വരണ്ട ഭൂമി, ദാഹം നിറഞ്ഞ നഗരം. രോഹൻ, ഷമീർ രണ്ടുപേരും പോയി അദൃശ്യ ഗ്രാമത്തെ തേടിക്കൊണ്ട്. മാന്ത്രിക വഴി അവർ കണ്ടു. ഉറക്കത്തിന്റെ തിരമാലകൾ മെഷൻ നിർത്തി. അപ്പോൾ നിറഞ്ഞിരുന്നു ഇരുട്ട്. മണ്ണും പഴമ നിറഞ്ഞ പാടവും നൽകി വിജയത്തിനുള്ള സഹായം. വിത്ത് എടുത്തുകൊണ്ട് അവർ തിരികെ വന്നു. ബുൽബുൽ നഗറിനെ വളർത്താനായി പ്രകൃതിയും കഴിവും ഒന്നിച്ചു വന്നു, എല്ലാവരുടെ കഷ്ടവും മാറ്റാൻ. അന്നത്തെ ദിവസം ആരംഭമായി. ഭയങ്കരമായ വെയിൽ. ബുൽബുൽ നഗരമെന്ന് പേരുള്ള ഒരു നഗരത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. വരൾച്ച കാരണം ഭൂമി പൊട്ടിയിരിക്കുകയാണ്. ആ പഴയ കെട്ടിടം വല്ലാതെ ഉടഞ്ഞിരിക്കുകയായിരുന്നു. കാറ്റത്ത് വല്ലാത്ത ചൂടും പുകയും നിറഞ്ഞിരിക്കുന്നു. ഫൗണ്ടനിൽ വെള്ളമില്ലായിരുന്നു. ജനങ്ങൾ നല്ല കോട്ടും സൂട്ടും ഇട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുകയാണ്. അവർ വളരെ ക്ഷീണിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് രോഹനും ഷമീറും മുൻപിൽ വന്നത്. രണ്ടുപേരും ഹൈടെക് സ്യൂട്ട് ഇട്ടിട്ടുണ്ട്. രോഹന്റെ കയ്യിൽ ഒരു ഹോളോഗ്രാഫിക് റെസ്റ്റ് ബാൻഡ് ഉണ്ട്. അത് കാറ്റത്ത് ഭൂപടം കാണിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ ബാറ്ററിയിൽ ചാർജ് ഇല്ലാത്തത് കാരണം അത് വല്ലാതെ ഇടറിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമീർ, നമ്മൾ ആ സ്ഥലത്തിനെ വേഗം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഈ വേലത്തിൽ നിന്ന് തപ്പിക്കാൻ പറ്റില്ല. സിറ്റിയിൽ നിന്ന് വെള്ളമൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ മിഷനുകളും സമാധാനം പറയുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ അതുപോലെ സ്ഥലത്തെ തേടിക്കൊണ്ടിരിക്കുന്നത്. അത് മാപ്പിൽ പോലും ഇല്ല. ആൾക്കാർ പറയുന്നത് ആ ഗ്രാമം മാന്ത്രിക ഗ്രാമമാണെന്ന്. കണ്ണിൽ കാണാൻ പറ്റില്ല. ശരിക്കും അതുപോലെ ഗ്രാമം ഉണ്ടോ എന്തോ? ഇത് മാന്ത്രിക മാത്രമല്ല സമീർ, ഇത് വിനോദമായ ഒരു ടെക്നിക്കാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മളെക്കാളും മുൻപിലോട്ടുണ്ട്. അവർ എല്ലാവരും ഈ ലോകത്തിൽ നിന്നും മറച്ചിട്ടുണ്ട്. പ്രശാന്തമായിട്ട് ഇരിക്കണമെന്ന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോയേ പറ്റുള്ളൂ. രോഹന്റെ ഡിവൈസിൽ ബീഫ് സൗണ്ട് വരാൻ തുടങ്ങി. പിന്നെ അത് തന്നെ അണഞ്ഞുപോയി. പൂർണ്ണമായും ബാറ്ററി തീർന്നുപോയി. രണ്ടുപേരും ദൂരെ നിന്നുകൊണ്ട് ആ മലയെ നോക്കുകയായിരുന്നു. എന്നിട്ട് ദീർഘശ്വാസം വലിച്ചു. കുറച്ചു സമയത്തിന് ശേഷം രോഹനും ഷമീറും ഒരു വലിയ കാട്ടിൽ നിന്നും വരികയാണ്. വലിയ മരങ്ങളുണ്ട്, പക്ഷെ അതിൽ ഇലകളില്ല. എല്ലാം തന്നെ ഉണങ്ങി മരങ്ങളൊക്കെ മരിച്ചതുപോലെ ഇരിക്കുകയാണ്. ഭയങ്കരമായ പ്രകാശം ഭൂമിയിൽ പതിക്കുകയാണ്. രോഹനും ഷമീറും നടന്ന് വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷമീർ ഒരു മരത്തിനരികിൽ ചെന്ന് നിന്നത്. അവൻ ചെറുതായി ഇടറാൻ തുടങ്ങി. രോഹൻ, ഇതിനു മേലെ എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല. എന്റെ GPS പോയിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് വെള്ളവും ഇല്ല. നമ്മൾ ഇവിടെ വഴി മാറി ചത്തുപോകും. രോഹന് അവിടെ തൊട്ടടുത്തായി ഒരു വ്യത്യാസമായ ഇലക്ട്രോണിക്കിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ശരിക്കും ഇവിടെ നിന്ന് വരുന്ന കാറ്റ് വ്യത്യാസമായിട്ടുണ്ട്. നിനക്കത് ഫീൽ ആവുന്നുണ്ടോ? ഈ കാറ്റത്ത് ഏതോ അലകൾ ഉള്ളതുപോലെ ഉണ്ട്. രോഹൻ കാറ്റത്ത് തന്റെ കൈ മുകളിലോട്ട് പൊക്കി. അപ്പോഴാണ് എന്തോ വ്യത്യാസമായി സംഭവിച്ചത്. അവന്റെ കൈ പാതി കാറ്റത്ത് മായാൻ തുടങ്ങി. അതായത് അവർ രണ്ട് വിചിത്രമായ ലോകത്തിരിക്കുന്നത് പോലെ തോന്നി. ഇത് കണ്ടിട്ട് ഷമീർ പേടിച്ചു പോയി. അവനൊന്ന് പുറകിലോട്ട് നടന്നു അവിടെ ചെന്ന് നിന്നു. എന്താ ഇത്? നിന്റെ കൈ എവിടെ പോയിട്ടുണ്ട്? ഇതാണ് ആ സ്ഥലം. ഇത് ഇതുപോലെയുള്ള ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഇതിന്റെ പുറകിലാണ് ആ ഗ്രാമം മറഞ്ഞിരിക്കുന്നത്. പേടിക്കണ്ട, എന്റെ പുറകിലോട്ട് വാ. രോഹൻ ധൈര്യത്തോടെ മുന്നിലോട്ട് നടന്നു ചെന്നു. പതുക്കെ അവന്റെ ശരീരം ആ കാറ്റത്ത് മാഞ്ഞുപോയി. ഷമീർ ചെറുതായി പേടിച്ചുകൊണ്ട് അവന്റെ പുറകെ ചെന്നു. രണ്ടുപേരും അദൃഷ്പൂർ ഗ്രാമത്തിൽ ചെന്ന് ചേർന്നു. അവർക്ക് അവരുടെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. ആ ഗ്രാമം ഏതോ ഹോളിവുഡ് സൂപ്പർ ഹീറോ ഫിലിം പോലെ ആയിരുന്നു. അവിടെയുള്ള വീടുകൾ മാർബിൾ കൊണ്ടും കണ്ണാടി കൊണ്ടും ചെയ്തിരിക്കുകയാണ്. കാറ്റത്ത് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള കാറ്റ് ലഘുവായതും വൃത്തിയുള്ളതുമാണ്. അവിടെ എല്ലാം ഭംഗിയുള്ളതായും ജീവനുള്ളതായും കാണപ്പെട്ടു. ഇത് കാണാൻ വേറെ ലോകം പോലെ കാണുന്നുണ്ട്. കണ്ടോ രോഹൻ, വീട് കാറ്റത്ത് മിതക്കുന്നത്. ഇതാണ് അദൃശ്യപൂർ. ഇവിടെ ഇരിക്കുന്ന ടെക്നിക്സ് പ്രകൃതിയോടൊപ്പം ചേർന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ഞെട്ടലോടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിലായി ഒരു പെണ്ണ് അവിടേക്ക് വന്നു. അവളും ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്യൂട്ട് ഇട്ടിരുന്നു. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പുറലോകത്തിലുള്ളവർ ഇവിടെ വരാൻ അനുവാദമില്ല. എന്റെ പേര് രോഹനാണ്. ഞങ്ങൾ ഒരുപാട് പ്രശ്നത്തിലുണ്ട്. ഞങ്ങളുടെ ലോകത്തിൽ ആൾക്കാർ ദാഹം കൊണ്ട് മരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് മിഷൻ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടു. എല്ലാം മെഷീനെ കൊണ്ട് മാത്രം പറ്റില്ല. നിങ്ങൾ ഞങ്ങളുടെ ടെക്നിക്കിനെ തുടർന്ന് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനോട് പൊരുതാനുള്ള ശക്തിയുണ്ടോ? രണ്ടുപേരും കുഴപ്പത്തോടെ നിൽക്കുകയാണ്. അവർ രണ്ടുപേർക്കും ഒന്നും മനസ്സിലായില്ല. കുറച്ചു സമയത്തിന് ശേഷം മായ രോഹനെയും ഷമീറിനെയും അദൃഷ്പൂർ ഗ്രാമത്തിന്റെ ഗ്രാൻഡ് കൗൺസിലിംഗ് ഹാളിലേക്ക് കൊണ്ടുപോയി. ഹാളിന്റെ ചുമരുകളൊക്കെ ഹൈടെക് ആയിരിക്കുന്നു. വർണ്ണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. 4 വശത്തും ഹോളോഗ്രാഫിക് സ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഗ്രാമത്തിന്റെ അവസ്ഥകൾ കാണാൻ സാധിക്കുന്നു. അതിന് നടുക്ക് കൗൺസിലർ സീനിയർ ഡയറക്ടർ വിക്രം ഇരിക്കുകയാണ്.
രോഗൻ, ഷമീർ പിന്നെ മായ അവരുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. ഇവർ സിറ്റിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ മിഷനോട് ഇവർക്ക് താല്പര്യമുണ്ട്. മോനെ, നിങ്ങൾ ഏത് മിഷനെയാണ് മാന്ത്രികം എന്ന് കരുതുന്നത്? അത് വെറും കമ്പി മാത്രമാണ്. ശരിക്കുമുള്ള ബലം വേരുകളിലാണ് ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ വേരുകളെ മറന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഏതൊരു വഴിയും ഇല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലോകത്തിനെ രക്ഷിക്കാൻ പറ്റും. ശരി, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ താമസിച്ചോളാം. ഞങ്ങൾ എല്ലാവരും എങ്ങനെ ജീവിക്കുന്നതെന്ന് കണ്ടോളൂ. രോഗനും ഷമീറും ഈ പാരമ്പര്യത്തെക്കുറിച്ച് അറിയാൻ അവർക്ക് കൊടുത്ത അവസരം അംഗീകരിച്ചു. അവർ അദൃശ്യപൂരിന്റെ പാടത്തിലേക്ക് ചെന്നു. അവിടുത്തെ കൃഷിയൊക്കെ വളരെ ആരോഗ്യമായിരിക്കുന്നു. പിന്നെ അതിൽ ഒരുപാട് പച്ചക്കറികൾ വളർന്നിരിക്കുന്നു. ഒരാൾ ആ ചെടികളെ ഒരു കുഞ്ഞിനെ പോലെ പരിപാലിക്കാണ്. പിന്നെ മറ്റൊരാൾ റിമോട്ട് ഉപയോഗിച്ച് വലിയ വെള്ളത്തിന്റെ സ്പ്രിങ്ങുകൾ ഓടിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. രോഹൻ, ഇങ്ങനെ ഇതുപോലെ പണി ചെയ്യുന്നത് എത്ര ഈസി ആയിട്ടുണ്ട്. ബട്ടൺ പ്രസ് ചെയ്താൽ എല്ലാം പണിയും കഴിയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ സിറ്റിയും ഇങ്ങനെ ഉണ്ടെങ്കിൽ. നീ കണ്ടല്ലേ, ഇവർ എല്ലാവരും മെഷീനെ മാത്രം വിശ്വസിക്കുന്നില്ല. ഇവർ അതിനോട് സംസാരിക്കുന്നുണ്ട്, അതിന് ജീവൻ ഉള്ളത് പോലെ. അവർ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഭൂമി കുലുക്കമുണ്ടായി. ഇത് കണ്ടിട്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. എന്താ ഇത്? ഭൂമി കുലുങ്ങുന്നുണ്ട്. ഇല്ല, അത് കണ്ടല്ലേ, ആ വലിയ ടവർ നിന്നു പോയിട്ടുണ്ട്. അവരൊരു വലിയ വാച്ച് ടവർ മൂടുന്നത് കണ്ടു. അതിന്റെ ഡിസ്പ്ലേ വീണ്ടും വീണ്ടും തിളങ്ങാൻ തുടങ്ങി. മറ്റൊരു വശത്ത് വിക്രമും മായയും കൺട്രോൾ റൂമിൽ ഒരു വലിയ ഹോളോഗ്രാഫിക് സ്ക്രീനിന് മുന്നിൽ നിൽക്കുകയാണ്. എല്ലാ ഡിസ്പ്ലേയും ഓരോന്നായി അണയാൻ തുടങ്ങി. ജോലി ചെയ്യുന്ന റോബോട്ടുകൾ പോലും ഓരോന്നായി പെട്ടെന്ന് നിൽക്കാൻ തുടങ്ങി. ഒരു വലിയ സോളാർ സൈക്ലോൺ വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് മിഷനെയും നിർത്തിയിട്ടുണ്ട്. നമ്മളുടെ ഷീൽഡും ഇപ്പോൾ വീഴാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ താഴെ വീണാൽ പുറം ലോകം നമ്മളെ കാണും. പിന്നെ നമ്മുടെ വെള്ളത്തിന്റെ മെഷീനും നിന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ദാഹത്തോടെ ഇരിക്കും. രോഗനും ഷമീറും റൂമിലേക്ക് ഓടി വന്നു. ഞങ്ങൾ ഇതിനെ ശരി ചെയ്യാമോ? ഞാൻ ഒരു എഞ്ചിനീയറാണ്. ഇല്ല മോനെ, ഈ സൈക്ലോൺ ഒരുപാട് വലുതാണ്. ഏതൊരു മിഷനും ഇപ്പോൾ പണി ചെയ്യില്ല. ഇപ്പോൾ ടെക്നിക് നമ്മളെ മോശം ചെയ്തിട്ടുണ്ട്. എല്ലാരും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഗ്രാമം തന്നെ വേറെ പോലെ കാണപ്പെട്ടു. എവിടെയും വെളിച്ചമില്ല. ഏത് വീട് കാറ്റത്ത് പറന്നുകൊണ്ടിരുന്നോ അത് തറയിലേക്ക് വന്നു. ജനങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ്. അദൃശ്യപൂരിലെ ജനങ്ങൾക്ക് ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. അവരുടെ അണഞ്ഞുപോയ ഡിവൈസിൽ വീണ്ടും വീണ്ടും ബട്ടൺ അമർത്തുകയാണ്. വെള്ളം എവിടെയാണ്? എന്റെ മെഷീൻ പണി ചെയ്തിട്ടില്ല. എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്, പക്ഷേ ഫുഡ് സ്പെൻസർ മൂടിയിട്ടുണ്ട്. വിക്രം, മായ, രോഹൻ പിന്നെ ഷമീർ ഇപ്പോഴും കൺട്രോൾ റൂമിലാണുള്ളത്. പിന്നെ ഇതൊക്കെ അവർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവർ കൂടുതൽ പേടിച്ചു പോയി. രോഹൻ, ഒരുപക്ഷെ ഇവരുടെ ടെക്നിക് ഫെയിലിയർ ആയാൽ പിന്നെ നമ്മളുടെ സ്ഥിതി എന്താണ്? നമ്മൾ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയല്ലേ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഒരുപക്ഷെ ഈ മെഷീൻ ഓടിട്ടില്ലെങ്കിൽ നമ്മൾ പഴയ മുറയിൽ പണി ചെയ്തേക്കണം. അവർ അവിടെ നിന്നും പുറപ്പെട്ടു. 4 പേരും ആ ഗ്രാമത്തിലെ വറ്റിപ്പോയ കിണറിനടുത്തേക്ക് ചെന്നു. ആ കിണർ വേരുകൊണ്ടും പൊടി കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. വെള്ളത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രാമത്തിലെ ജനങ്ങളെ അവർ കണ്ടു. എല്ലാവരും പ്രശാന്തമായിരിക്കും. ഒരുപാട് കൊല്ലങ്ങളായിട്ട് നമ്മൾ ഈ മെഷീനെ വിശ്വസിച്ചു പോയി. നമ്മളുടെ പഴയ ജോലികൾ മറന്നുപോയി. ഇപ്പോൾ സമയം വന്നിട്ടുണ്ട്. നമ്മളുടെ പൂർവികൾ ചെയ്ത കാര്യങ്ങളെ നമ്മൾ വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ അറിയില്ലല്ലോ. മെഷീൻ വെള്ളം വൃത്തിയാക്കി നമുക്ക് നൽകിക്കൊണ്ടിരുന്നു. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റും. ഞാൻ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് കറണ്ട് ഇല്ലാതെ വെള്ളത്തിനെ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന്. വിക്രമും മായയും വളരെ വിശ്വാസത്തോടെ രോഹനെ നോക്കുകയായിരുന്നു. മോനെ, ഇന്ന് നീ പുസ്തകത്തിൽ പഠിച്ചതും പിന്നെ പഴയ കാര്യങ്ങളുമാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഇവിടെ വെള്ളം എടുക്കാൻ പറ്റില്ല. നമ്മൾ നദിന്റെ അടുത്താണ് പോകേണ്ടത്. ഗ്രാമത്തിന്റെ വടക്കേ ഭാഗത്ത് ഒരു വലിയ നദിയുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. നമ്മൾ ഇത് വേഗം ചെയ്യണം. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്നും പോയി. 4 പേരും നദിക്കരയിലേക്ക് ഓടിപ്പോയി. നദിയിലെ വെള്ളം ശാന്തമായിരിക്കുകയാണ്, പക്ഷെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഓട്ടോമാറ്റിക് ഫിൽട്രേഷൻ യൂണിറ്റ് കേടായിരിക്കുകയാണ്. രോഹൻ നദിക്കരയിൽ മൺവെട്ടി ഉപയോഗിച്ച് കുഴി തോണ്ടാൻ തുടങ്ങി. രോഹൻ, നമ്മൾ എന്തിനാ കുഴി എടുക്കുന്നത്? വെള്ളം നദിയിലാണ് ഉള്ളത്. സമീർ, നദിയിലിരിക്കുന്ന വെള്ളത്തിനെ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് കുടിച്ചാൽ നമ്മളുടെ ആരോഗ്യം ചീത്തയായി പോകും. നമ്മൾ ഈ കളിമണ്ണ് വെച്ചിട്ട് ഒരു നാച്ചുറൽ ഫിൽട്ടർ ചെയ്യണം. ഇതുപോലുള്ള വഴിയാണ് നമ്മളുടെ പൂർവികളും മുത്തശ്ശനും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രോഹൻ ആ കുഴിയിൽ നിലക്കരി പിന്നെ ചെറിയ ചെറിയ കല്ലുകൾ നിറച്ചു. ഇത് വളരെ എളുപ്പമാണ്. മണ്ണ് തന്നെയാണ് ഏറ്റവും മികച്ച ഫിൽട്ടർ എന്നത് നമ്മൾ ശരിക്കും മറന്നുപോയി. കുറച്ചു സമയത്തിന് ശേഷം ആ കുഴിയിൽ നിന്നും നല്ല വെള്ളം വരാൻ തുടങ്ങി. വെള്ളം നല്ല തിളക്കത്തോടെയും വൃത്തിയുള്ളതുമായിരുന്നു.
മായ അതിനെ കോരി കുടിച്ചു. എന്നിട്ട് അവൾ ചിരിച്ചു. ഈ വെള്ളം മെഷീനിലെ വെള്ളത്തെക്കാളും വളരെ രുചികരമായിരിക്കുന്നു. വാവ്, നമ്മൾ ഇത് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ട് ഈ പ്രശ്നത്തിനെ തീർത്ത് വയ്ക്കാം. ഇത് ഒരുപാട് നല്ല കാര്യമാണ്. അടുത്ത ദിവസം വീണ്ടും ആ ഗ്രാമത്തിൽ അനക്കമുണ്ടായി. പക്ഷെ ഇപ്പോൾ ഒരു മെഷീനുമില്ല. വിക്രം യുവാക്കളെ പഠിപ്പിക്കുകയാണ്. അതായത് മണ്ണ് ഉപയോഗിച്ച് വീടുകളെ എങ്ങനെ തണുത്തതായി നിലനിർത്താമെന്ന്. അദ്ദേഹം കണ്ണാടി ചുമരുകളിൽ മണ്ണിന്റെയും പുല്ലുകളുടെയും ചേരുവ ചേർക്കുകയാണ്. രോഹൻ അത് ലിവർ പിന്നെ പുളി ഉപയോഗിച്ച് വെയിറ്റായ സാധനങ്ങൾ പൊക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ വടം കൊണ്ട് ചെയ്ത ഘനമുള്ള കയറുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങൾ കണ്ടോ കേർണൽ, ടെക്നിക്കിന്റെ അർത്ഥം കറണ്ടും ചിപ്സും മാത്രമല്ല. ടെക്നിക്കിനെ നമ്മൾ മനസ്സിലാക്കിപ്പിക്കണം. പ്രകൃതിയെ മനസ്സിലാക്കുന്നതാണ് ശരിക്കുമുള്ള ടെക്നിക്. സത്യം പറയണമെങ്കിൽ നിങ്ങളോട് ജോലി ചെയ്തത് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. മിഷനോടൊപ്പം ചേർന്നിട്ട് ഞങ്ങളും മിഷനായിട്ട് മാറിയിട്ടുണ്ട്. മായ സ്ത്രീകളെ പഠിപ്പിക്കുകയാണ്. ഔഷധ ചെടി ഉപയോഗിച്ച് എങ്ങനെ മരുന്ന് ചെയ്യാമെന്ന്. റോബോ ഡോക്ടർ ഇപ്പോൾ പണിയെടുക്കുന്നില്ല. അവർ ഔഷധം ഉപയോഗിച്ച് ഒരു കുഴമ്പ് ചെയ്ത് കുട്ടികളുടെ മുറിവുകളിൽ അത് തേച്ചു. നമ്മുടെ മുൻഗാമികൾ ഈ ചെടികളിൽ മാന്ത്രികത മറച്ചു വെച്ചിരുന്നു. നമ്മൾ മെഷീന്റെ ആഗ്രഹത്തിൽ ആ നല്ലതൊക്കെ മറന്നുപോയി. ഇപ്പോൾ എല്ലാവരുടെ മുഖത്തും വിശ്വാസമുണ്ടായിരുന്നു. പിന്നെ അവർ യാതൊരു മെഷീനും ഇല്ലാതെ അവരോടുള്ള വിശ്വാസത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം രാത്രി സമയത്ത് ഗ്രാമം വീണ്ടും ജീവനുള്ളതായി മാറി. ഇവിടെ ഹോളോഗ്രാഫിക്സ് ലൈറ്റ്സ് ഇല്ലായിരുന്നു. പക്ഷെ എണ്ണ വിളക്കുകൾ പിന്നെ ചെറിയ ചെറിയ ലൈറ്റും കത്തുന്നുണ്ടായിരുന്നു. ജനങ്ങളൊക്കെ ഒന്നിച്ചുകൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. പെട്ടെന്ന് വീണ്ടും അതുപോലെ എന്തോ ഒരു ശബ്ദം കേട്ടു. മെയിൻ വാച്ച് ടവറിന്റെ ലൈറ്റ് നന്നായി തിളങ്ങാൻ തുടങ്ങി. അത് പച്ച നിറത്തിൽ മിന്നാൻ തുടങ്ങി. റോബോട്ട്സ് വീണ്ടും മീറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ നടക്കാനും തുടങ്ങി. വീണ്ടും ഒരിക്കൽ പവർ വന്നു. കൊടുങ്കാറ്റ് നിന്നു. അങ്ങനെ പവർ വീണ്ടും വന്നു. ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇരിക്കൂ, മിഷനെ ഓൺ ചെയ്യൂ. പക്ഷെ ഈ 3 ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചോ അതെല്ലാം മറക്കല്ലേ. ശരിക്കുമുള്ള മുന്നേറ്റം എന്താന്ന് വെച്ചാൽ ടെക്നിക്കും പാരമ്പര്യവും ഒന്നിച്ചു വരണം. എല്ലാരും ഒരുപാട് സന്തോഷിച്ചു. രോഹനെയും ഷമീറിനെയും ഒരുപാട് പ്രശംസിച്ചു. അതായത് അവരാണ് ഈ നാടിനെ രക്ഷിച്ചതുപോലെ. ഇപ്പോൾ അവർ പോകേണ്ട സമയം എത്തിക്കഴിഞ്ഞു. അവർ രണ്ടുപേരെയും വഴി അയക്കാനായി അവിടെയുള്ള ആളുകൾ എല്ലാരും വന്നിരുന്നു. രോഹനും ഷമീറും ആ കാണാനാകാത്ത കഥകിനു പുറകിലായി നിൽക്കുകയായിരുന്നു. നീ ഞങ്ങൾക്ക് വലിയ സഹായം ചെയ്തിരിക്കുകയാണ് രോഹൻ. ഞങ്ങൾ ആരാണെന്നത് നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ഈ വിത്തുകൾ വാങ്ങിച്ചോ മോനെ. ഈ ചെടി വളരാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വെള്ളം ആവശ്യപ്പെടില്ല. ഇതിനെ സിറ്റിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഓർമ്മയിൽ വെച്ചോളൂ, ഒരു പക്ഷേ മെഷീനുകൾ നിന്നു പോയാൽ പേടിക്കണ്ട. ദയവായിട്ട് അപ്പോൾ നിങ്ങളുടെ മണ്ണ് കാണും. രോഹൻ വിക്രമിന്റെ കയ്യിൽ നിന്നും വിത്തുകൾ നിറഞ്ഞ സഞ്ചി വാങ്ങി. നന്ദിയുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ ലോകത്തിനെ വെറും മെഷീൻ കൊണ്ട് മാത്രമല്ല പഴയ ടെക്നിക്കും വെച്ചിട്ട് രക്ഷിച്ചോളും. ഞങ്ങൾ ഒരു പുതിയ സിറ്റി ഉണ്ടാക്കും. അത് ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ട് മാറിയേക്കും. ശരി അദൃശ്യപൂർ ജനങ്ങളെ, ഞങ്ങൾ പോയിട്ട് വരുന്നു. എല്ലാരും മാറി മാറി നോക്കി ചിരിച്ചു. പിന്നെ രോഹനും ഷമീറും ആ നീല വെളിച്ചത്തിനകത്ത് കാലടി എടുത്തു വെച്ചു. രോഹനും ഷമീറും വീണ്ടും അതേ പൊടി പിടിച്ച കാട്ടിനകത്തേക്ക് വന്നെത്തി. പക്ഷെ ഇപ്പോൾ അവർക്ക് പേടിയില്ല. കാരണം ഒരു പുതിയ പ്ലാനോടെ അവർ നഗരത്തിലേക്ക് പോവുകയാണ്.